റിയാസ് പയ്യെ പയ്യെ ഈ വിജയന്റെ മകളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള സംശയമാണ്. കാരണം 27-ാം തീയതിക്ക് ശേഷം മുഹമ്മദ് റിയാസിനെ പരസ്യവേദികളിൽ കണ്ടിട്ടേയില്ല. നമസ്കാരം. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ റെയ്ഡ് നടന്നിട്ട്, വാടക വീട്ടിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെയും അദ്ദേഹത്തിൻ്റെ തറവാട് വീട്ടിലുമൊക്കെ റെയ്ഡ് നടന്നിട്ട് ഏകദേശം 2 ആഴ്ചയോളമായിരിക്കുന്നു. അതിനുശേഷം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി വീണയ്ക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അസുഖം മൂലം നാളെ ഹാജരാകാൻ കഴിയില്ല എന്നും അത് നീട്ടിവെച്ച് കൊടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഉയരുന്നൊരു ചോദ്യം, മുഹമ്മദ് റിയാസിൻ്റെ കോട്ടുളിയിലുള്ള വീട്ടിലും ഇത്തരത്തിൽ റെയ്ഡ് നടന്നിരുന്നു. അന്നൊരു പ്രസ്താവന നടത്തി എന്നതൊഴിച്ചാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് PA മുഹമ്മദ് റിയാസ് ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിണറായി വിജയൻ്റെ മരുമകനാണ്, വീണയുടെ ഭർത്താവാണ്. അപ്പോൾ സാധാരണ ഭരണത്തിലിരിക്കുമ്പോൾ പോലും പിണറായി വിജയൻ്റെ പല കാര്യങ്ങളെയും വളരെ ശക്തിയുക്തമായി ന്യായീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസിൻ്റെ ഈ മൗനം, ഈ നിശബ്ദത, അത് പല അർത്ഥതലങ്ങളുമുണ്ട് എന്നാണ് പൊതുവെയുള്ള ധാരണ. അതായത് ഇപ്പോൾ സുമേഷ് പറഞ്ഞതുപോലെ മെയ് 27-നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് നടന്നത്. അപ്പോൾ ആ റെയ്ഡ് ഈ പറഞ്ഞ പോലെ 3 സ്ഥലങ്ങളിൽ നടന്നിരുന്നു. ഒന്ന് തിരുവനന്തപുരത്തുള്ള വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. മരുമകൻ്റെ കോട്ടുള്ളിയിലുള്ള വീട്ടിൽ റെയ്ഡ് നടന്നു. അതുപോലെ തന്നെ വിജയൻ്റെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിലും റെയ്ഡ് നടന്നു. അപ്പോൾ ആ റെയ്ഡ് നടന്ന ദിവസം തന്നെ ചില സംശയങ്ങൾ പാർട്ടി അണികളിലും പൊതുജനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആ റെയ്ഡ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിൽ വിജയനും വീണയും മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു റെയ്ഡ് നടക്കുമ്പം വിജയൻ്റെ വീട്ടിൽ വിജയനും മകളും മാത്രം അല്ലല്ലോ ഉണ്ടാവേണ്ടത്, വിജയൻ്റെ മരുമകനും കൂടി അവിടെ ഉണ്ടാകേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം അന്ന് തന്നെ പാർട്ടി അണികളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായി. കാരണം വിവാഹിതനായതിന് ശേഷം റിയാസ് മന്ത്രിയായതിനു ശേഷം വിജയൻ മന്ത്രിയായിരുന്ന കാലത്തൊട്ടാകെ വിജയൻ്റെ വീട്ടിലാണ്. അവർക്ക് വേറൊരു ഔദ്യോഗിക വസതി ഉണ്ടായിരുന്നുവെങ്കിലും ആ 5 വർഷവും അവർ താമസിച്ചത് വിജയൻ്റെ വീട്ടിലാണ്. വിജയൻ്റെ മകളുടെ ഭർത്താവായിട്ടുള്ള റിയാസ് മന്ത്രി. എന്നിട്ടും അയാൾ ഏതാണ്ട് ഭൂരിപക്ഷം സമയവും ചെലവഴിച്ചിട്ടുള്ളത് വിജയൻ്റെ വീട്ടിലാണ്. സ്വാഭാവികമായും നല്ല കാലത്ത് ഒരുമിച്ച് ഉണ്ടാവുമ്പോൾ ദുരിതകാലത്തും ഒരുമിച്ചുണ്ടാവണ്ടേ? അല്ലെങ്കിൽ ദുരിതകാലത്താണല്ലോ കൂടുതൽ ഒരുമിച്ച് നിൽക്കേണ്ടത്. അതെ അതെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ റെയ്ഡ് നടന്ന ദിവസം വിജയൻ്റെ വീട്ടിൽ മകൾ മാത്രമേ ഉണ്ടായിരുന്നു, മരുമകൻ എന്തുകൊണ്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ചില കോണുകളിലെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ അത് കഴിഞ്ഞുണ്ടായ സംഭവവികാസം എന്താ? അന്ന് തന്നെ മരുമകൻ്റെ കോഴിക്കോട് കോട്ടുള്ളിയിലുള്ള വീട്ടിലും റെയ്ഡ് നടന്നിരുന്നു. ആ വീട്ടിലും റെയ്ഡ് നടക്കുമ്പോൾ ഈ മുഹമ്മദ് റിയാസിൻ്റെ വയോവൃദ്ധരായിട്ടുള്ള അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അവിടെയും മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നില്ല. റിയാസിൻ്റെ ഏതാണ്ട് 90 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വാപ്പയും ഏതാണ്ട് 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഉമ്മയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ റിയാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഒരു ചർച്ചയ്ക്ക് ഇടയാക്കി. ഇയാളിത് എവിടെ പോയി? അപ്പോൾ നമ്മളന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വെച്ചാൽ അയാൾ കോഴിക്കോട് ടൗണിലുള്ള ഏതോ ഒരു മുന്തിയ ഹോട്ടലിൽ അയാൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കോട്ടുള്ളിയിലൊക്കെ റെയ്ഡ് നടക്കുന്ന സമയത്തും അവിടെ പാർട്ടി നേതാക്കന്മാർ വരികയും പാർട്ടി കൊല്ലം ജില്ലാ സെക്രട്ടറിയും മറ്റു നേതാക്കന്മാരൊക്കെ വരികയും അവിടെ വലിയ പ്രതിഷേധമൊക്കെ ആ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്നു. ആ പരിസരത്ത് ഈ പ്രതിഷേധം നടക്കുന്ന സമയത്തൊന്നും മുഹമ്മദ് റിയാസ് അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം ആണ് അയാൾ വന്നിട്ട് എന്തോ 2 പ്രസ്താവന നടത്തി ഫേസ്ബുക്കിലൊരു പോസ്റ്റും ഇടുന്നു. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പിന്നീടും അയാൾ
അപ്രത്യക്ഷനാണ്, അയാൾ ചിത്രത്തിൽ ഇല്ല. അപ്പം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വീണയ്ക്കെതിരായി ഇങ്ങനൊരു അഴിമതി കേസ് വലിയ തോതിൽ ചർച്ചാ വിഷയമാകുമ്പോഴും വീണയും വീണയുടെ അച്ഛനും വലിയ തോതിൽ പ്രതിരോധത്തിലാവുകയും ചെയ്യുന്ന ആയിരുന്നു വിജയൻ്റെ മരുമകനും വീണയുടെ ഭർത്താവുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് വിജയൻ്റെയും മകളുടെയും കൂടെ ഉണ്ടാവേണ്ടിയിരുന്നത്. അതാണ് സ്വാഭാവികമായ ആളുകൾ അങ്ങനെയാണല്ലോ വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, 2020 കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, കുടുംബങ്ങൾ മുഴുവൻ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വിരുദ്ധമായി റെയ്ഡ് നടന്നപ്പോഴും റെയ്ഡ് നടന്നതിന് ശേഷവും ഒന്നും ഈ മുഹമ്മദ് റിയാസിൻ്റെ സാന്നിധ്യം അയാളുടെ ഭാര്യയോടൊപ്പമോ അയാളുടെ ഭാര്യയുടെ കുടുംബത്തോടൊപ്പമോ കാണുന്നില്ല. അത് വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിരിക്കുക. ഇനി രണ്ടാമത് അതിൻ്റെ ഒരു വശമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ വിജയൻ്റെ മരുമകൻ മാത്രമല്ലല്ലോ, അയാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും പാർട്ടിയുടെ മുൻ മന്ത്രിയുമൊക്കെ ആയ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ മറ്റ് നേതാക്കന്മാരോടൊപ്പം പാർട്ടി നയം വിശദീകരിക്കാനും അയാൾ ഉണ്ടാവേണ്ടതായിരുന്നു. അല്ല, മുൻകാലങ്ങളിലൊക്കെ ഭരണം ഉണ്ടായിരുന്ന സമയത്തൊക്കെ പിണറായി വിജയനെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന പല ഘട്ടങ്ങളിലും ആവശ്യമില്ലെങ്കിൽ പോലും അദ്ദേഹം വന്ന് ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിപ്പോഴില്ല. അതെ, ഇപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി നേതാക്കന്മാരെ ഇപ്പോൾ എടുക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ആ കേസ് വീണ കൈകാര്യം ചെയ്യും എന്നാണ്. സ്വാഭാവികമായും ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ മുഹമ്മദ് റിയാസും ആ നിലപാട് പറയേണ്ടതായിരുന്നു. അത് വീണയ്ക്കെതിരെ വന്നിട്ടുള്ള കേസാണ്, അത് വീണ കൈകാര്യം ചെയ്തോളും, അതിനകത്ത് ഞാൻ പോലും ഇടപെടേണ്ട കാര്യമില്ല, അതിന് പ്രാപ്തിയുള്ള വനിതയാണ് അവർ എന്ന് പറഞ്ഞ് അയാൾ വരേണ്ടതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചത്തെ അനുഭവം നമ്മൾ നോക്കി, അയാളെ കാണാനേ ഇല്ല. മനസ്സിലായി? ഇത് റിയാസിൻ്റെ അമ്മായി അച്ഛനെ വളരെ മോശമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അല്ല, റിയാസ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അറിയാം, മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് ചർച്ചയാക്കുമെന്നും അല്ലെങ്കിൽ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഒരു കാരണമാണെന്ന് അല്ലെങ്കിൽ ഒരു കുടുംബപരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ച് ആരെങ്കിലും പരസ്യമായി ചോദിച്ചില്ലെങ്കിൽ പോലും അത് പലർക്കും ഒരു സംശയം ഉണ്ടാക്കുന്നതാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഈ റിയാസിന്റെ നിശബ്ദത? അതായത് വിജയൻ ഈ വിഷയത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വിജയൻ ഒരു കുടുംബനാഥനാണ് എന്നുള്ളത് നമുക്കറിയാം. വിജയൻ അതിലുപരി ഒരു മകളുടെ അച്ഛനാണ് എന്ന് നമുക്കറിയാം. മകൻ ഇവിടെയില്ല, മകൻ ഗൾഫിലാണല്ലോ, ആ മകളാണ് കൂടെ. മകൾക്കെതിരെ എന്തെങ്കിലും ആക്രമണമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം. ഇപ്പോഴാണെങ്കിൽ ഈ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ വന്നതിന് ശേഷം ഒരു ജോർജ് കുട്ടി സിൻഡ്രോം വിജയനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള നിലയിലേക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം മകൾക്ക് വേണ്ടി കുറ്റം ചെയ്യുകയും ആ കുറ്റം വിദഗ്ധമായി മറച്ചു വെക്കുകയും ചെയ്യുന്ന ബുദ്ധിമാനായിട്ടുള്ള ഒരു ക്രിമിനലാണല്ലോ ഈ ദൃശ്യം 3-ൽ മോഹൻലാൽ അവതരിപ്പിച്ചത്. അതുപോലെ ഒരാളാണോ വിജയൻ എന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വിജയൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മകൾക്ക് റിയാസിനെ വിവാഹം കഴിക്കണം എന്നുള്ള ഒരൊറ്റ താല്പര്യത്തിൻ്റെ പുറത്താണ് ഒരു വളരെ ബിലോ ആവറേജ് മാത്രമായിരുന്ന ഈ മുഹമ്മദ് റിയാസിനെ എടുത്തു കൊണ്ടുവന്ന് അയാളെ ബേപ്പൂര് മത്സരിച്ച് വിജയിപ്പിച്ച് അയാളെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്ന് അയാൾക്ക് നിർണായകമായിട്ടുള്ള 2 വകുപ്പുകളും കൊടുത്ത് വിജയൻ മന്ത്രിസഭയിലെത്തിച്ചു. അപ്പോൾ അതിനെ വിജയൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം. പാർട്ടിയിലെ മുഴുവൻ എതിർപ്പുകൾ, മുതിർന്നവരെ മുഴുവൻ ഒഴിവാക്കി, 2 തവണ മത്സരിച്ചവരെല്ലാം ഒഴിവാക്കി. വിജയൻ ഒരുപാട് എതിർപ്പുകൾ പാർട്ടിക്കകത്തൊക്കെ സഹിച്ചിട്ടാണ് ഈ മകളുടെ ഭർത്താവ് എന്നുള്ള നിലയിൽ ഈ മന്ത്രിയാക്കിയത്, ഇയാളെ ഉയർത്തിക്കൊണ്ട്. അല്ല, പക്ഷെ അതിനു മുമ്പ് തന്നെ റിയാസിനെ അന്ന് ക്രൈം ഓഫീസുമായി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസുണ്ടായല്ലോ. അതിനുശേഷം 22 ദിവസമോ മറ്റോ മുഹമ്മദ് റിയാസ് അന്ന് ജയിലിൽ കിടന്നു. ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയായിരുന്നു അന്ന്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാനുള്ള ഒരു അവസരം പിണറായി വിജയൻ തന്നെ അന്ന് പാർട്ടി സെക്രട്ടറിയായി അങ്ങനെയല്ല. അത് വിജയനെ സഹായിച്ചൊരു കാര്യമായിരുന്നെങ്കിലും മകളെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഈ ഉയർച്ചയെല്ലാം അയാൾക്ക് ഉണ്ടായത്, കൂടുതൽ ഉയർച്ച. അപ്പം വിജയൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അയാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അയാളെ വളർത്തി വലുതാക്കിയത്. അതെല്ലാം തന്നെ തൻ്റെ മരുമകനാണെന്നുള്ളതും കൊണ്ടും തൻ്റെ മകളുടെ ഭർത്താവാണെന്നുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്,
റിയാസ് പയ്യെ പയ്യെ ഈ വിജയന്റെ മകളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള സംശയമാണ് പാർട്ടി അണികളിലും ജനങ്ങളുടെ ഇടയിലും ഒക്കെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം 27-ാം തീയതിക്ക് ശേഷം മുഹമ്മദ് റിയാസിനെ പരസ്യവേദികളിൽ കണ്ടിട്ടേയില്ല. മനസ്സിലായോ? അപ്പൊ അത് വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞാൽ വിജയന്റെ മരുമകൻ മാത്രമല്ല, അയാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മെമ്പറും കൂടിയാണ്. അപ്പോൾ പാർട്ടിയുടെ നിലപാട് പ്രതിരോധിക്കേണ്ട ഒരു ചുമതല അയാൾക്കുണ്ട്. അപ്പോൾ പാർട്ടിക്കെതിരെ വലിയ ആക്രമണങ്ങൾ വരുമ്പോൾ അയാൾ പരസ്യമായി വന്ന് പാർട്ടിക്ക് അനുകൂലമായിട്ട് പറയേണ്ടതാണ്. അയാളെ കാണുന്നില്ല. അത് അപ്പം ആ പശ്ചാത്തലത്തിലാണ് ഇയാൾ പയ്യെ സ്കൂട്ട് ചെയ്യണോ എന്നൊരു തോന്നൽ ആളുകളുടെ ഇടയിലുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ ഉള്ള വേറൊരു ചർച്ച എന്ന് പറയുന്നത് ഇയാളുടെ കയ്യിലുള്ള ബിനാമി സ്വത്തുകൾ, ആസ്തികൾ ഇതൊക്കെ ഉണ്ടെന്നും ഇത് ബിനാമികളുടെ കയ്യിലായിരുന്നത് അവരിൽ നിന്ന് തന്നിലേക്ക് എഴുതി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, പല പല അക്കൗണ്ടുകളിൽ ഇട്ടിരുന്ന പൈസ എല്ലാം തൻ്റെ അക്കൗണ്ടിലേക്കൊക്കെ മാറ്റി എടുക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാളുടെ തിരക്കിലായിരിക്കും അയാളുടെ ഈ അഭാവം എന്താണ് ഈ വേറൊരു വർത്തമാനം കേൾക്കുന്നത്. കാരണം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്വാഭാവികമായി സജീവമാകുന്ന മുറയ്ക്ക് അന്വേഷണം മരുമകനിലേക്കും നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇയാളുടെ അനധികൃത പണമിടപാടുകൾ മുഴുവൻ കൈകാര്യം ചെയ്ത് അത് ന്യായമായ നിലയിൽ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ മാറി നിൽക്കുന്നതെന്നും ഇത് വിജയന്റെയും മകളുടെയും കൂടി അറിവോടുകൂടിയാണെന്നുള്ളൊരു വേറൊരു വാദഗതിയും നിലനിൽക്കുന്നുണ്ട്, സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വിജയന്റെ മരുമകനും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമായിട്ടുള്ള ഈ മുഹമ്മദ് റിയാസിന്റെ അസാന്നിധ്യം, അയാളുടെ കഴിഞ്ഞ 2 കാലത്തെ അയാളുടെ അഭാവം വലിയ തോതിൽ പാർട്ടി അണികളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലുമൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ അമ്മായി അച്ഛൻ ഈ വിഷയത്തിൽ കടുത്ത മാനസിക സംഘർഷത്തിലാണ്. അയാൾക്ക് ഇവളെ മകളെ ഒഴിയുകയോ തഴയുകയോ അല്ലെങ്കിൽ അയാൾ ഇവളെ ഗൾഫിലേക്ക് കടന്നു കളയുകയോ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള സംശയം അയാളെ വളരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അല്ല, എന്തെങ്കിലും ഈ തലമുണ്ടനം ചെയ്ത് കഴിഞ്ഞ് കഷ്ടകാലം വന്നവൻ തലമുണ്ടനം ചെയ്താൽ അന്ന് കല്ലുമഴ പെയ്യുമെന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. അതുപോലെ ആയിരിക്കും എന്തായാലും ഇത്. കാരണം ചെയ്ത പാവങ്ങളുടെ എല്ലാം ഫലം അനുഭവിക്കാതെ പോകാൻ കഴിയില്ല. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പിണറായി വിജയൻ്റെ ഞാനിപ്പോൾ ഓർക്കുന്നത് സ്വപ്ന സുരേഷിനെ കുറിച്ചാണ്. അവരുടെ അവരുടെ ആത്മകഥയിൽ, ആ പുസ്തകത്തിൽ അവർ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട് ഈ പിണറായി വിജയന് വേണ്ടി ചെയ്തത്. അതിനുശേഷം അവരെ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇവിടെ കടത്തിക്കൊണ്ടുപോയത്. അന്നൊക്കെ ഏകദേശം പിണറായി വിജയൻ്റെ മകളുടെ ഒരു പ്രായമുള്ളൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ഒരു പ്രായ കൂടുതലുണ്ടായിരിക്കാമെന്ന് മാത്രമാണ്. പക്ഷേ അവരൊക്കെ അനുഭവിച്ച ആ ഒരു ദുരന്തം, അവരുടെ ഒരു കണ്ണീര്, ഇതിൻ്റെയൊക്കെ ഒരു ഫലം അതൊന്നും കാണാതെ പോകില്ല. അതാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ വരുന്നത്. ഇതാണ് ഏറ്റവും വലിയ ശിക്ഷ. മകളൊരു പക്ഷേ ജയിലിലേക്ക് പോയേക്കാം. അതിനുശേഷം പിണറായി വിജയന് മാനസികമായും ശാരീരികമായുമുള്ള പല വീഴ്ചകളും ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു മാനസിക സംഘർഷം, അതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ. എന്തായാലും വീണ്ടും കാണാം നാളെ.